അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് KMCT മെഡിക്കൽ കോളേജ് പ്രൊഫസറും ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ മുബഷിർ പാലത്താണ്. നോമ്പുമായി ബന്ധപ്പെട്ട ആരോഗ്യപരമായ ആ, രോഗവും ശരീരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് അദ്ദേഹം നമ്മളോട് ചേർന്നിട്ടുള്ളത്. സ്വാഗതം റീകാസ്റ്റ് മീഡിയയിലേക്ക്. അപ്പോൾ നമുക്ക് നോമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ പല ആളുകളും ഇത്തരത്തിൽ ആരോഗ്യപരമായ വിഷയങ്ങളിൽ പറയാറുണ്ട്. എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്, രോഗങ്ങൾ മാറാൻ എങ്ങനെയൊക്കെ ജീവിതം കൊണ്ടുപോകണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യമായിട്ട് ഭക്ഷണ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നോമ്പിന് പ്രത്യേകം ഒഴിവാക്കേണ്ട എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്നുള്ളതാണ്. നോമ്പിന് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പ്രധാനമായും നമ്മളെല്ലാവരും നോമ്പിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതായത് നമ്മൾ ബ്രെഡ് വാട്ടിയത്, അതേപോലെ തന്നെ പഴം പൊരിച്ചത്, ഉന്നക്കായ, സമൂസ പോലെയുള്ള ഫാറ്റി ഓയിലി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതാണ് ശരീരത്തിന് വളരെ നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയും പെട്ടെന്ന് തന്നെ ഇത്രയും ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ വയറിനകത്തും ആസിഡിൻ്റെ അളവ് കൂട്ടുകയും അത് ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മധുരമുള്ള ജ്യൂസുകളും അതേപോലെ കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളും പാക്കറ്റ് ജ്യൂസുകളും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഷുഗർ വളരെയധികം കൂടിയിട്ടുള്ള ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് ശരീരം അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി കൂടുതൽ പണിയെടുക്കേണ്ടി വരികയും നമുക്ക് പിന്നീട് ക്ഷീണം അനുഭവിക്കാൻ സാധ്യത കൂടുതലായി വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ശരീരത്തിന് ദാഹം കൂടാനും ഇത് കാരണമായേക്കാം. അതുപോലെ തന്നെ ചായ, കാപ്പി അമിതമായിട്ടുള്ള ഉപയോഗം നോമ്പിന് കുറയ്ക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ചായയുടെയും കാപ്പിയുടെയും ഒക്കെ ഉപയോഗം നമ്മൾ കൂടുതൽ മൂത്രം പുറത്തേക്ക് പോകാൻ കാരണമാവുകയും ശരീരത്തിൽ നിർജ്ജലീകരണത്തിന് അത് കാരണമാവുകയും ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പകൽ സമയത്ത് കൂടുതൽ ദാഹം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അത്താഴം കഴിക്കുന്ന സമയത്ത് ചായയും കാപ്പിയും ഒക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ അതേപോലെ തന്നെ നോമ്പ് തുറന്ന ഉടനെ കൂടിയ അളവിൽ നമ്മൾ നെയ്ച്ചോറ്, ബിരിയാണി പോലെയുള്ള ഹൈ ഫാറ്റി ഡയറ്റുകളും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഉപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അച്ചാറ്, ഉണക്കമീൻ, അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് പോലെയുള്ള, പിന്നെ അതേപോലെ തന്നെ ഉപ്പിലിട്ടത്, പപ്പടം പപ്പടത്തിൻ്റെ അമിതമായ ഉപയോഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് പകൽ സമയത്ത് ദാഹം വർദ്ധിപ്പിക്കാനും ക്ഷീണത്തിനും കാരണമായേക്കാം. പിന്നെ മൈദ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പൊറോട്ട, അതേപോലെ തന്നെ ബ്രെഡ്, ബണ്ണ്, ബേക്കറി ഐറ്റംസ്, മൈദ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുബൂസ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിനെ ദോഷകരമായി ബാധിച്ചേക്കാം. പിന്നെ കൂടുതലായി ഭക്ഷണം കഴിക്കുന്നതും, അത് നോമ്പ് തുറന്ന ഉടനെ അമിതമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് പിന്നീട് അത് ക്ഷീണമുണ്ടാക്കുകയും രാത്രി നമസ്കാരങ്ങൾക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതിൽ എണ്ണക്കടി പൂർണ്ണമായിട്ട് ഒഴിവാക്കണോ, അതോ കുറച്ച് കഴിക്കുക എന്നുള്ള രീതിയിലാണോ? ഇപ്പോൾ ചായൻ്റെയും അല്ലെങ്കിൽ വേറെ വിഷയങ്ങളൊക്കെ വിഷയം പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഴിക്കുക എന്നുള്ളതാണോ, അതോ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം? നമ്മൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ പലഹാരങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അകത്തുള്ള മൈദയുടെയും അതേപോലെ തന്നെ ഓയിലിൻ്റെയും അമിതമായ സാന്നിധ്യം കൊണ്ട് ശരീരത്തിന് ദോഷകരം തന്നെയാണ്. അത് നോമ്പല്ലാത്ത കാലത്തും ശരീരത്തിന് ദോഷകരമാണ്. അപ്പോൾ ഒരു പീസോ 2 പീസോ കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് ഇല്ല എന്നത് ശരിയാണെങ്കിലും നോമ്പിന് നമ്മൾ 30 ദിവസവും തുടർച്ചയായി എണ്ണക്കടികൾ
ഉപയോഗിക്കുന്നത് ശരീരത്തിന് ദോഷകരമായി ബാധിച്ചേക്കാം എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നതും ഒഴിവാക്കാൻ പറ്റാത്തതുമായ ഒരു വിഭവമായി ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ആസിഡ് കണ്ടന്റുകളെ പറ്റി പറഞ്ഞു. അതോടൊപ്പം ചേർത്ത് വരാറുള്ള ഒരു പ്രചാരണമാണ്, അധികം കേൾക്കാറുണ്ട്, ഈ നാരങ്ങ വെള്ളം, അതേപോലെ തന്നെ പുളിപ്പുള്ള മുന്തിരി, ഓറഞ്ച്, മൂസമ്പി ഒക്കെ പോലെയുള്ള ഫ്രൂട്ട്സ്, അത് അസിഡിറ്റി കൂടുതലായതുകൊണ്ട്, ആസിഡ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അത് വയറിന് രോഗങ്ങൾ, അൾസർ പോലെയൊക്കെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നുള്ളത്. അതിൽ വസ്തുത ഉണ്ടോ? അതും ഇത്തരത്തിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ ഉൾപ്പെടും? ഇതിന് രണ്ട് വശങ്ങളാണ് ഉള്ളത്. ഈ നാരങ്ങ, മുസമ്പി, കെതിച്ചക്ക പോലെയുള്ള, പിന്നെ പൈനാപ്പിൾ പോലെയുള്ള ഇത്തരം ഭക്ഷണ ഫ്രൂട്ട്സ് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ഒരു ഉണർവ് നൽകുന്ന ഫ്രൂട്ട്സുകളാണ്. അപ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാകാൻ ഇത് നല്ലതാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു വശമാണ്. അതുകൊണ്ടായിരിക്കണം നമ്മൾ പിന്നെ പെട്ടെന്ന് ക്ഷീണിക്കുമ്പോഴൊക്കെ നാരങ്ങ വെള്ളം ഒക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ഉന്മേഷം വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു വശം, ഇത് ആസിഡ് ഗുണമുള്ള ഫ്രൂട്ട്സുകളായതുകൊണ്ട് തന്നെ ശരീരത്തിൽ നമ്മൾ ഒഴിഞ്ഞ വയറിലേക്ക് നാരങ്ങ വെള്ളം, അതേപോലെ ഇത്തരം ജ്യൂസുകൾ, കൈതച്ചക്ക, മുസമ്പി, സിട്രസ് പോലെയുള്ള ജ്യൂസുകൾ എത്തുന്ന സമയത്ത് അത് ഗ്യാസ്ട്രൈറ്റിസ്, പിന്നെ വയറിൽ അൾസർ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂട്രലായിട്ടുള്ള ജ്യൂസുകൾ, അതേപോലെ തന്നെ സാധാ വെള്ളം കുടിച്ച് നോമ്പ് തുറക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. എന്തെല്ലാം കഴിക്കരുത് നമ്മൾ പറഞ്ഞു. ഇനി എന്തെല്ലാമാണ് കഴിക്കാൻ സജസ്റ്റ് ചെയ്യുന്നത് ആസ് എ ഡോക്ടർ എന്നുള്ളത്? ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് കഴിക്കണം? അത്താഴത്തിന് എന്ത് കഴിക്കണം? ടോട്ടലി ആ ഒരു മഗ്‌രിബ് മുതൽ ഫജ്ർ വരെയുള്ള സമയത്ത് നമ്മുടെ ഭക്ഷണ ക്രമീകരണം എങ്ങനെയാവണം? ഇതിൽ ഏറ്റവും നല്ല ഒരു ഭക്ഷണ ക്രമീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒന്നാമത്തത് നമ്മൾ അത്താഴം ഒഴിവാക്കരുത് എന്നുള്ളതാണ്. എന്തായാലും അത്താഴം കഴിക്കുക എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ആരോഗ്യപരമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ്. രണ്ടാമത്തെ, നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലൈറ്റായിട്ട് നോമ്പ് തുറക്കുക എന്നുള്ള, അതായത് ഒരുപാട് ഭക്ഷണം ആ സമയത്ത് തന്നെ നമ്മൾ വയറ്റിലേക്ക് കൊടുക്കാതെ സാധാ വെള്ളവും കുറച്ച് ഫ്രൂട്ട്സുമായി നോമ്പ് തുറക്കുകയും അതിനുശേഷം തറാവീഹ് നമസ്കാരത്തിനൊക്കെ ശേഷം ഒരു 8-9 മണിയാവുമ്പം ഒരു രാത്രി ഭക്ഷണം എന്നുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതുമാണ് ഒരു നല്ല ശീലമായിട്ട് ഉള്ളത്. അതിന് ശേഷം നമുക്ക് ഇടവേളകളിൽ ചെറിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. അത്താഴത്തിൻ്റെ സമയത്ത് എന്തായാലും ഭക്ഷണം കഴിച്ചിരിക്കണം. അത് ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കണം എന്നില്ല, ചെറിയ രൂപത്തിലെങ്കിലുമുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് വളരെ നല്ലത്. ഇതിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം ഈ ഒരു സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നോമ്പ് തുറന്നു തൊട്ട് അത്താഴത്തിൻ്റെ സമയത്ത് വരെ മിനിമം ഒരു 8 ഗ്ലാസ് എങ്കിലും പിന്നെ കുടിക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ അതേപോലെ തന്നെ മൈദ, എണ്ണ കൂടുതൽ ഉപയോഗിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതും വളരെ നല്ലതായിട്ടാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ അത്താഴം ഒഴിവാക്കുന്നതിനെ പറ്റി പറഞ്ഞു. പക്ഷെ എന്നാലും ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് അത്താഴം കഴിക്കാതിരിക്കുന്നതാണ് കംഫർട്ട്. രാവിലെ എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിക്കാൻ അത് ശീലമില്ലാത്തൊരു വിഷയമായതുകൊണ്ട് എഴുന്നേറ്റ ഉടനെ കഴിക്കാൻ പ്രയാസമുണ്ട്. അപ്പോൾ നേരെ എഴുന്നേറ്റ് ഫജ്ർ നിസ്കരിച്ച് വീണ്ടും ഉറങ്ങുന്ന രീതി, ഉറക്കം പോകും, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഈ അത്താഴം കഴിക്കാതിരിക്കുന്നത്, കഴിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. കഴിക്കാതിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ? അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ? അത്താഴം കഴിക്കാതിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ വയറ് കൂടുതൽ സമയം ഭക്ഷണമെത്താതെ ഒഴിഞ്ഞിരിക്കുമ്പോൾ, ഒരു 12 മണിക്കൂറിൽ കൂടുതൽ ഭക്ഷണമെത്താതെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വയറിൻ്റെ പ്രശ്നങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇസ്ലാമികമായും അത്താഴം നിർബന്ധമായും കഴിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യത്തിനുമൊക്കെ നല്ലത് അത്താഴം റെഗുലറായി കഴിക്കുന്നതാണ് എന്നുള്ളതാണ്.
ഇനി നോമ്പിലേക്ക് കടക്കുകയാണെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് അഥവാ പകൽ സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും പ്രത്യേക പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ സജസ്റ്റ് ചെയ്യാൻ ആ പകൽ സമയത്തെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? പകൽ സമയത്ത് ഓരോരുത്തരുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ചിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭയങ്കര വെയിലും ചൂടുമൊക്കെ ഉള്ള സമയത്ത് ആരോഗ്യമില്ലാത്ത ആളുകൾ വളരെ ശരീരം വളരെ അധ്വാനമുള്ള പണികൾ എടുത്തിട്ടുണ്ട് എങ്കിൽ നിർജ്ജലീകരണം വരികയും അത് പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കായികാധ്വാനമുള്ള ജോലികൾ നല്ല ചൂടുള്ള സമയത്ത് പുറത്തുനിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും രോഗമൊക്കെയുള്ള ആളുകൾ ഇതേപോലെ ശരീരത്തിന് ചെറിയ കായികാധ്വാനമുള്ള ജോലികളാണെങ്കിൽ പോലും അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ നോമ്പിൻ്റെ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം. നിർജ്ജലീകരണം ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം എന്താണ് കരുതേണ്ടത്? എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടോ? അതേപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേകം ചെയ്യേണ്ടതുണ്ടോ? ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അതിൽ ഒന്ന് നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആണ്. അതിൽ നമുക്ക് നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ചായ, കാപ്പി എന്നുള്ള രണ്ട് സംഗതികളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പം രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പം രാവിലെ പകൽ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ മൂത്രമൊഴിച്ചു പോവുകയും നമ്മുടെ ശരീരത്തിന് നിർജ്ജലീകരണം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുകയും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കോള, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാക്കറ്റ് ഡ്രിങ്ക്സ് ഒക്കെ അതേപോലെ കൂടുതൽ മധുരമുള്ള ജ്യൂസുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പകൽ സമയത്ത് നമുക്ക് നിർജ്ജലീകരണത്തിന് കാരണമാവാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വളരെ ചൂടുള്ള സമയത്ത് ഒരുപാട് സമയം പുറത്തിറങ്ങി നിൽക്കുന്നതും കായികാധ്വാനം കൂടുതലുള്ള ജോലികൾ ചെയ്യുന്നതും നിർജ്ജലീകരണത്തിന് കാരണമാവും. മറ്റൊന്ന് നോമ്പിൻ്റെ സമയത്ത് ഉറക്കവുമായി ബന്ധപ്പെട്ടാണ്. 2 തരത്തിലുള്ള ആളുകളെ കാണാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഉറക്കം തീരെ ലഭിക്കാത്ത ആളുകൾ. പകൽ പ്രത്യേക ജോലികളുണ്ടാവും. രാത്രി നമസ്കാരവും അത്താഴമൊക്കെ കാരണം രാത്രി ഉറക്കം കുറച്ച് കുറയുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ കൃത്യമായി ഉറക്കം ലഭിക്കാത്ത ആളുകളുണ്ട്. മറ്റൊരു ഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉറങ്ങുന്ന ആളുകളുണ്ട്. രാത്രി ഏറ്റവും കുറഞ്ഞൊരു 4 മണിക്കൂർ ഉറങ്ങും. പകല് 7, 8 ഒക്കെ മണിക്കൂർ ഉറങ്ങും. അല്ലെങ്കിൽ മൊത്തത്തിലൊരു 10 മണിക്കൂറിലധികം ഒക്കെ ഉറങ്ങുന്ന ആളുകളുണ്ട്. അതായത് 2 തരത്തിലുള്ള ആളുകൾ കാണാൻ കഴിയും. അപ്പോൾ ഉറക്കം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? കുറച്ചുറങ്ങുന്നതും കൂടുതൽ ഉറങ്ങുന്നതുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് നിർബന്ധമായും ഒരു ദിവസം ഒരു 7-8 മണിക്കൂർ ഉറക്കം ആവശ്യമുണ്ട്. ഒരു 6 മണിക്കൂറിൽ കുറയാനോ ഒരു 8 മണിക്കൂറിൽ കൂടാനോ പാടില്ലാത്ത ഒരു സംഗതിയാണ് ഉറക്കം. അത് നോമ്പിൻ്റെ സമയത്ത് നമ്മൾ അത് ക്രമീകരിച്ചിട്ട് ഉറക്കം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഉറക്കം നമ്മൾ അതിന് സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. രാത്രി സമയത്ത് നമുക്ക് ഉറങ്ങാൻ കഴിയുന്ന സമയം കുറവാണെങ്കിൽ കുറച്ച് പകൽ സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അമിതമായ ഉറക്കം നമ്മുടെ നോമ്പിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തും എന്ന് മാത്രമല്ല അത് ശരീരത്തിൽ ദോഷകരമായി ബാധിക്കുകയും നമുക്ക് അലസത അത് കൂടുതലായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നോമ്പ് എന്നുള്ള ഈ ഒരു സമയം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതായതുകൊണ്ട് തന്നെ ഉറക്കം ഒരു 6-7 മണിക്കൂറിലേക്ക് ക്രമീകരിക്കുകയും അത് കുറയാതെയും കൂടാതെയും നോക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യത്തിന് നല്ലത്. സ്ഥിരമായി ചില മരുന്ന് കഴിക്കുന്ന ആളുകൾ നോമ്പിന് എന്താണ് ചെയ്യേണ്ടത്? അവരുടെ മരുന്നിൻ്റെ ക്രമീകരണം ഇപ്പോൾ പകൽ സമയത്ത് ഉച്ചക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ അവരെങ്ങനെയാണ് അതിനെ ക്രമീകരിക്കേണ്ടത്? ഇതിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ അവരുടെ ഡോക്ടറിനെ സമീപിച്ചിട്ട് സാധ്യമാവുന്ന മരുന്നുകൾ 2 നേരത്തേക്കാക്കി ക്രമീകരിക്കാം. രാവിലെ അത്താഴത്തിന് മുമ്പും അത്താഴത്തിൻ്റെ സമയത്തും അതേപോലെ തന്നെ വൈകുന്നേരം നോമ്പ് തുറന്നതിന് ശേഷവുമായി ക്രമീകരിച്ച് ഇത്തരം മരുന്നുകൾ ഇപ്പം 3 നേരം കഴിക്കേണ്ട മരുന്നുകളാണ് സാധാരണഗതിയിൽ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി കഴിക്കേണ്ട മരുന്നുകൾ ഉള്ളപ്പോഴാണ് സാധാരണ ബുദ്ധിമുട്ടാവുന്നത്. ഇങ്ങനെ ക്രമീകരിക്കാം ഡോക്ടറെ സമീപിച്ചതിന് ശേഷം. ഇനി അങ്ങനെ പറ്റാത്ത ആളുകൾ നോമ്പ് തുറന്നതിന് ശേഷവും ഒരു 11-11:30 രാത്രി സമയത്തും പിന്നെ രാവിലെ സമയത്തുമായിട്ട് നിർബന്ധിത സാഹചര്യമുള്ളവർക്ക് അങ്ങനെ ക്രമീകരിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു സംഗതിനെ കുറിച്ച് നോമ്പ് മുറിഞ്ഞു പോകുമോ അങ്ങനെയുള്ള സംശയം
എല്ലാവർക്കും ഉണ്ട്. ഇത് ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്ന, നമുക്ക് ശരീരത്തിന് ന്യൂട്രീഷൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ ഇഞ്ചക്ഷനായിട്ട് എടുക്കാൻ പാടില്ല. പക്ഷേ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുമെന്ന് പണ്ഡിതർക്കൊന്നും അഭിപ്രായവുമില്ല. ഓക്കെ, മറ്റൊന്ന് ഈ സ്ഥിരമായി മാറാത്ത ടൈപ്പ് ഓഫ് ടെർമിനൽ ഇൽനെസ് ഉള്ള ആളുകൾ, അത്തരം രോഗമുള്ള ആളുകൾ, അത്തരത്തിൽ പല രോഗങ്ങളുണ്ടല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള അത്തരം രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളിൽ പ്രത്യേകം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളോ പ്രത്യേകം ഒഴിവാക്കേണ്ട ശീലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്ഥിരമായി രോഗമുള്ള ആളുകൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളോ ശീലങ്ങളോ? നമ്മൾ ഇതിൽ നോമ്പ് എടുക്കാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളുകളിൽ ഒന്നാണ് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഹാർട്ട് അസുഖങ്ങളുള്ള ആളുകൾക്ക്. അങ്ങനെയുള്ള ആളുകളുടെ ശരീരത്തിൽ ചെറിയ അളവിൽ തന്നെ ജലാംശത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ അസുഖം കൂടുകയും അത് മോശമായ കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത്തരക്കാർ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. രണ്ടാമത്, സാധാരണ പ്രമേഹ രോഗമല്ല, അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേഹ രോഗമുള്ള ആളുകൾക്ക് നോമ്പ് എടുക്കുന്നത് പ്രയാസങ്ങൾ ഉണ്ടാക്കും. കാരണം ചെറുതായിട്ട് ഭക്ഷണം കുറഞ്ഞാൽ തന്നെ അവർക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായി കുറഞ്ഞു പോവുകയും ജീവൻ അപകടത്തിലായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ വൃക്ക രോഗമുള്ള ആളുകൾ, ഡയാലിസിസിന് വിധേയമാകുന്ന ആളുകൾ നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ അളവിലെങ്കിലും ജലാംശം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്രിയാറ്റിൻ കൂടാനും അത് പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും നോമ്പ് ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത്. കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട്. പിന്നെ നല്ല ശക്തമായിട്ടുള്ള രക്തക്കുറവുള്ള ആളുകൾ, ഗുരുതരമായ രക്തക്കുറവുള്ള ആളുകളും നോമ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അപസ്മാരത്തിന് അസുഖമുള്ള ആളുകളും അതേപോലെ തന്നെ സ്ഥിരമായി അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളും നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കുറവ് ചിലപ്പോൾ അവർക്ക് വീണ്ടും അപസ്മാര രോഗം വരാൻ സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ക്ഷയരോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളും നോമ്പ് ഒഴിവാക്കുന്നത് ഒരു പരിധിവരെ നന്നായിരിക്കും. പിന്നെ ഗുരുതരമായ ക്യാൻസർ രോഗമുള്ളവരും അതിന് മരുന്ന് എടുക്കുന്ന ആളുകളും നോമ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ മാനസിക അസുഖങ്ങളുള്ള ആളുകളും നോമ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത്തരം ആളുകൾ നോമ്പ് എടുത്തു കഴിയുമ്പം അത് വീണ്ടും അത്തരം പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് നോമ്പ് കാലത്തും അല്ലെങ്കിലും ഇത്തരക്കാർ ഒഴിവാക്കേണ്ട, രോഗികൾ ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല. ഷുഗറുള്ള ആളുകൾ അമിതമായ മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ ഹാർട്ടിന് അസുഖമുള്ള ആളുകൾ കൊഴുപ്പ് കൂടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. അതെല്ലാം നോമ്പിനും അല്ലാത്ത സമയത്തും ഒരേപോലെ തന്നെ ഉള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കുക എന്നുള്ളതാണ് നോമ്പിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഓക്കെ, മറ്റൊന്ന് ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ നോമ്പ് ഉപകരിക്കുമെന്ന രീതിയിൽ നമുക്ക് ഒരുപാട് വായനകൾ കാണാൻ കഴിയും. നോമ്പ് കൃത്യമായി എടുക്കേണ്ട രീതിയിൽ എടുക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതും, അതുപോലെ തന്നെ നോമ്പ് കൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പടച്ചോൻ ഒരു നിയമം നമുക്ക് നൽകുന്ന സമയത്ത് അതുകൊണ്ട് ആത്മീയമായ ഗുണങ്ങൾക്കപ്പുറം ഭൗതികമായ ഗുണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നോമ്പിൽ നേടാനും പറ്റുന്നു ഉള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ആരോഗ്യ ഗുണങ്ങൾ നേടാനും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാനും എങ്ങനെയാണ് ഒരു ഐഡിയൽ നോമ്പ് ഒരു സജസ്റ്റ് ചെയ്യുന്ന ഒരു കൃത്യമായ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നോമ്പിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഹോൾ വ്യൂ പറയുകയാണെങ്കിൽ. ഇതിൽ പിന്നെ തുടക്കത്തിൽ പറഞ്ഞ സംഗതി, നോമ്പ് ആരോഗ്യപരമായി നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നോമ്പ് നമ്മൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയാണ്, പ്രൊവൈഡഡ് അത് നമ്മൾ കൃത്യമായി എടുക്കുക എന്നുള്ളതാണ്. ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മൾ ക്രമീകരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 12 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ തന്നെ ശരീരത്തിന് അതിൻ്റെ കോശങ്ങളെ റിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ദഹന വ്യവസ്ഥയിലുള്ള കോശങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്യപ്പെടുകയും
അത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായി ഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നമ്മൾ കൃത്യമായി നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നോമ്പെടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ LDL ചീത്ത കൊളസ്ട്രോളിൻ്റെയൊക്കെ അളവ് നന്നായി കുറയുകയും ഇത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീ ഡയബറ്റിക് സ്റ്റേജ്, അതായത് ഷുഗർ വരാൻ സാധ്യതയുള്ള ആളുകളിൽ ഫാസ്റ്റിംഗ് ഗുണകരമാണ്. ഭയങ്കര ഗുരുതരമായ പ്രമേഹമുള്ള ആളുകളിൽ പ്രയാസമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു ഷുഗറിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിലുള്ള ആളുകൾക്കൊക്കെ, അതായത് ഷുഗർ വരാൻ സാധ്യതയുള്ള ജസ്റ്റ് ഷുഗർ ഒരു ചെറിയ ബോർഡർ ലൈനിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ല ഷുഗർ കൺട്രോൾ വരികയും അതേപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഒക്കെ കൂടുകയും ചെയ്യുന്നതായി കണ്ടു വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൃത്യമായി നമ്മൾ നോമ്പ് എടുക്കുന്ന ആളുകളിൽ നമ്മൾക്ക് മാനസികമായിട്ടുള്ള ഒരു സുരക്ഷ, ഒരു ആരോഗ്യം നന്നായിട്ട് കണ്ടുവരുന്നതായി, കൂടി വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒരു മാനസികാരോഗ്യത്തിൻ്റെ ഒരു നല്ല വീണ്ടെടുപ്പിനും നോമ്പ് കാരണമാവുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ശരീരത്തിന് വളരെ ഗുണകരമായിട്ട് തന്നെയാണ് നോമ്പ് വരുന്നത്. പിന്നെ ശരീരത്തിൻ്റെ ഭാരം കുറയുകയും വെയിറ്റ് കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് കുറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അത്താഴം കഴിക്കുക, ആവശ്യത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 8 ഗ്ലാസ് മുതൽ അതിന് മുകളിലോട്ട് വെള്ളം ശരീരത്തിലേക്ക് എത്തുക. അമിതമായ അമ്ലഗുണമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. വല്ലാതെ ഓയിൽ കൂടുതൽ ചേർത്ത് ഉപയോഗിച്ചിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക. അതേപോലെയുള്ള മൈദ കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായി ഒരു ചിട്ട പുലർത്തുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും അത്താഴം ഒഴിവാക്കാതിരിക്കുക. ഇങ്ങനെയുള്ളൊരു നോമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരോഗ്യത്തിന് ഗുണകരമായി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്ര വിഷയങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കാനുണ്ടായിരുന്നത്. എനിവേ, താങ്ക് യു ഫോർ ദി ടൈം. ഈ പ്രേക്ഷകർ എല്ലാവരും ഇത്തരത്തിൽ ഇവിടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്വയം നോമ്പ് എടുക്കാനും ഒപ്പം തന്നെ ബാക്കിയുള്ള തങ്ങളുടെ സ്വാധീന വലയത്തിലുള്ള ആളുകൾക്ക് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി അവരോട് സൂചിപ്പിക്കാനും ഈ സന്ദേശം അവരിലേക്ക് എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.